അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വിഷയം അത്തർഗീബു ഫി നിക്കാഹ്. നിക്കാഹിൽ നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കണം. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു കൊണ്ടുപോവല്ല, അത് ദീർഘിപ്പിച്ചു കൊണ്ടുപോകും. അതങ്ങ് പിന്നെ ആവാം, അടുത്ത കൊല്ലഞ്ഞിപ്പോ ഈ ഒരു ലീവും കൂടെ കഴിഞ്ഞ് വരട്ടെ, നാട്ടിലൊക്കെ ഒന്ന് ഉഷാറായിട്ടൊന്ന്, ഇനി പിന്നെ അടുത്ത പോക്കില്ല, അങ്ങനെ നീട്ടല്ല. ഒരുവിധം നീ അത് സാധിക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ നീ അത് ചെയ്തു കൊള്ളണം എന്ന് പഠിപ്പിക്കാനാണ്. മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രസിദ്ധമായ തഫ്സീർ, തസൗഫിന്റെ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരുടെ തഫ്സീറുണ്ട്, അൽ ബഹറുൽ മദീദ് ഫീ തഫ്സീരിൽ ഖുർആനിൽ മജീദ്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസ് ഉദ്ധരിക്കുക, മൻ അഹബ്ബ ഫിത്രതി ഫൽയസ്തന്ന ബിസുന്നതി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹബ്ബ ഫിത്രതി, എന്റെ ഫിത്ര, എന്നിൽ അല്ലാഹു തആല ഏതൊരു നന്മയിലാണോ എന്റെ പ്രകൃതം അല്ലാഹു തആല എന്നെ ഒരുക്കി തന്നിട്ടുള്ളത്, എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്, എന്റെ ചര്യയും എന്റെ ഫിത്രയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫൽയസ്തന്ന ബിസുന്നതി, എന്റെ സുന്നത്തെ നിങ്ങൾ സ്വീകരിക്കണം. വഹിയ നിക്കാഹ്, നിക്കാഹ് ചെയ്യുക, വിവാഹം ചെയ്യുക എന്നത് എന്റെ ചര്യയാണ്, അത് സുന്നത്താണ്. അതുകൊണ്ടാണ് നമ്മൾ നിക്കാഹിനെ സംബന്ധിച്ച് ഇതൊരു ആചാരമാണെന്ന് മനസ്സിലാക്കല്ല. എല്ലാ സമൂഹങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാ മതവിഭാഗങ്ങളിലും അതുണ്ട്. ചില മതവിഭാഗങ്ങളുടെ മതം എന്നറിയപ്പെടുന്നത് തന്നെ ആകെ 1, 2, 3 വിഷയങ്ങളിലെ മതത്തിന്റെ നിയമങ്ങൾ തന്നെ നിലവിലുള്ളൂ. കല്യാണം കഴിക്കുമ്പോൾ, മരിച്ചുപോയാൽ, അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ, ഇത്രയൊക്കെ ചില ആചാരങ്ങളെ ചില മതങ്ങൾക്കുള്ളൂ. വേറൊന്നിലൊരു നിയമങ്ങളും ഇല്ലല്ലോ, ആവുന്ന പോലെയൊക്കെ ആകാം. അങ്ങനെ ഒരു വഴിപാടായിട്ട്, അങ്ങനെ ഒരു ആചാരമായി, ഒരു കസ്റ്റം അല്ല ഇത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ട്രഡീഷൻ, അവിടുത്തെ സുന്നത്താണ്. എന്റെ സുന്നത്ത് നിങ്ങൾ ഇഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്റെ സുന്നത്ത് ഇഷ്ടപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന الرجل يرفع بدعاء ولده من بعده. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ അല്ലാഹു തആല ഉയർച്ച കൊടുക്കാൻ കാരണം യുർഫഉ ബിദുആഇ വലദിഹി മിൻ ബഅദിഹി, തനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു മകന്റെയോ കുട്ടിയുടെയോ മകളുടെയോ പ്രാർത്ഥന കൊണ്ട് ഒരാൾക്ക് അല്ലാഹു ഉയർച്ച കൊടുക്കും. അത് കിട്ടണമെങ്കിൽ മക്കൾ ജനിക്കണം. മക്കൾ ജനിക്കണമെങ്കിൽ നിക്കാഹ് വേണം. അപ്പോ നിക്കാഹിലൂടെ ജനിച്ച കുട്ടി കാരണം ഈ പിതാവിന് അല്ലാഹു മരണശേഷം പോലും അല്ലാഹു സ്ഥാനമാനങ്ങൾ ഉയർത്തിക്കൊടുക്കും. എത്രയോ വാപ്പമാർ, മരിച്ചുപോയിട്ടുള്ള വാപ്പമാർ, അവരുടെ ജീവിച്ചിരിപ്പുള്ള മക്കൾ വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന സ്വതക്ക, വാപ്പയുടെ പേരിൽ ചെയ്യുന്ന നന്മ, വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, ആ ഒരു ദുആ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട്, അവർക്ക് ചെയ്യുന്ന നന്മകളെ കൊണ്ട് അല്ലാഹു തആല ആ മരിച്ചുപോയ പിതാക്കന്മാരെ, ഉമ്മമാരെ അല്ലാഹു ഉയർത്തിക്കൊടുക്കുന്നു. സ്വർഗ്ഗലോകത്തിന്റെ വിവിധ തട്ടുകളിലേക്ക് ഉയർത്തുകയാണ്. അല്ലാഹു മാപ്പാക്കാതിരിക്കാൻ വിചാരിച്ച ചില പാപങ്ങൾ തന്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കുന്നില്ലേ? അങ്ങനെ ഒരു ഉയർച്ച ലഭിക്കണമെങ്കിലും മക്കളുണ്ടാകണം. അതുണ്ടാവണമെങ്കിൽ നിക്കാഹ് വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് ചെയ്തേക്കിൻ. എന്താ കാരണം പറയുന്നത്? മരണശേഷമെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ നല്ല മക്കളുണ്ടായാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ അദ്റക ലഹു വലദുൻ വഇൻദഹു മാ യുസവ്വിജുഹു ബിഹി ഫലം യുസവ്വിജുഹു ഫഅഹ്ദസ ഫൽ ഇസ്മു ബൈനഹുമാ. ഒരാൾക്കൊരു മകനുണ്ട്, ആ മകന് വിവാഹം ചെയ്യിക്കാൻ പറ്റുന്ന സാഹചര്യവുമുണ്ട്. മകൾക്ക് അല്ലെങ്കിൽ മകന് വിവാഹം ചെയ്തു കൊടുക്കാൻ, അവരെ ചെയ്യിക്കാനുമുള്ള സാഹചര്യമുണ്ട്. ഫലം യുസവ്വിജുഹു, ഈ വാപ്പ ആ മകന് കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഫഅഹ്ദസ, ഇവൻ എന്തെങ്കിലും ഒരു കുഴപ്പമോ എന്തെങ്കിലും ഒരു തെറ്റോ ചെയ്താൽ ഫൽ ഇസ്മു ബൈനഹുമാ, കാരണം ആ തെറ്റിന്റെ കാരണക്കാർ വാപ്പയും മകനുമാകയാൽ ഇവർ രണ്ടുപേരും അത് വീതിച്ചെടുക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മക്കളുടെ വിവാഹ വിഷയങ്ങളൊക്കെ വാപ്പമാർ സീരിയസ് ആയിട്ട് ആലോചിക്കണം. മക്കൾ ഇങ്ങനെ ഒരു തമാശയിലൂടെ അങ്ങ് പറഞ്ഞ് വാപ്പ കല്യാണം വേണ്ട, ഞാനും വലിയ ആൾക്കായിട്ടില്ലേ എന്നൊക്കെ, അതൊന്നും പറയാൻ കാത്തിരിക്കേണ്ട. ആ കായി തുടങ്ങിയാൽ വളരെ തന്റേടത്തോടുകൂടെ നടത്തി കൊടുക്കുക. എന്തെങ്കിലും ഒരു വ്യഭിചാരത്തിലേക്ക്, ഒരു തോന്നിവാസത്തിലേക്ക് ഈ മകൻ അതിന്റെ ശേഷം പോയാൽ ഫൽ ഇസ്മു ബൈനഹുമാ, യാ അല്ലാഹ്, ആ ആള് ചെയ്യുന്ന ആ ചെറുപ്പക്കാരന്റെ തെറ്റ് വാപ്പയുടെയും മകന്റെയും ഇടയിൽ വീതിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കല്യാണം കഴിക്കാം. അപ്പൊ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കും, പഠിച്ചോനെ ഈ പറയണതൊക്കെ എന്റെ വാപ്പയും അമ്മ കേട്ടിക്കണമെങ്കിൽ ഇത്ര പെട്ടെന്ന് അല്ലേ?
പിന്നെ ഞാൻ ഇങ്ങനെ ഈ ചെല്ലിരിക്കേണ്ട ഒരവസ്ഥ വരൂലായിരുന്നല്ലോ എന്നല്ലേ പറഞ്ഞു കൊടുക്കുക, ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യങ്ങളെ പുരക്കാരല്ലേ കേൾക്കേണ്ടത് അല്ലെ? ഇവിടെ ഉള്ള ആൾക്കാര് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ബൈലക്ഷരൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോ അവർക്കൊക്കെ എന്ത് ചെയ്യാ, ഈ വിഷയം മനസ്സിലാവും, വിഷയം എത്തിച്ചു കൊടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു മറ്റൊരു സമ്പ്രദായത്തെ പൊളിച്ചെഴുതുന്ന സംഗതിയാണ്. ലൗലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ യൗമുൻ വാഹിദ് ലലഖീതുല്ലാഹ ബിസൗജ. ദുനിയാവിൽ നിന്ന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കട്ടെ, എന്നാലും ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഒരു ഭാര്യ ഉണ്ടായിട്ടേ ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒറ്റ ദിവസമുള്ളൂ, നാളെ ഖിയാമത്ത് നാളാണ്, എന്നാ പിന്നെ ഞാൻ ഇന്ന് കല്യാണം കഴിക്കും, ഇനിയിപ്പോ എന്ത് കല്യാണം, ഇതിനൊക്കെ ഇപ്പൊ നേരണ്ടോ, എന്നാലും ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ അഅസബായിട്ട് എന്ന് പറഞ്ഞാൽ അൺമാരീഡ്, ഒരു കല്യാണം കഴിക്കാത്ത രീതിയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ട് തന്നെ ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുള്ളൂ. എന്തുകൊണ്ട്? ഫഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളിൽ ഏറ്റവും ശർറ് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഉസ്സാബുക്കും, കല്യാണം കഴിക്കാതെ നടക്കുന്ന ആളുകളാണ്. പറഞ്ഞത് ശരിയാണല്ലോ നമുക്കൊക്കെ തോന്നൂലേ? നാട്ടിലിപ്പോ എന്ത് പ്രശ്നത്തിലും ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ അവരാണ് കണ്ടുകൂടി തോന്നിവാസം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് നോക്കിയാൽ ആരാ? ഉസ്സാബുക്കും, കല്യാണം കഴിക്കാതെ നടക്കുന്ന ആൾക്കാരാണ്. നോക്കി നാട്ടിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ പറയില്ലേ, എന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, എന്നാൽ അവനൊരു ബോധം വരട്ടെ. അപ്പോ കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരു സമൂഹത്തിൽ ഷർറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ സമയമായിട്ടുണ്ട്, അവർക്ക് അതിൽ ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്, അവർക്കത് നിക്കാഹിന്റെ കാര്യങ്ങൾക്കൊക്കെ കഴിയും ചെയ്യും. എന്നാലും ഒരു സെറ്റ് കൂടി കമ്പനിയായിട്ട് ഫ്രണ്ട്സായിട്ട് അങ്ങനെ തോന്നിവാസം ചെയ്ത് ജീവിക്കുന്നവർ, ഇത് ഉസ്സാബുക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളിൽ കല്യാണം കഴിക്കാതെ നടക്കുന്ന ആളുകൾ ശിറാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഷർറായവരാണ്. അത് പുരുഷന്മാർക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെയാണ്. കല്യാണം ഒരു ഭർത്താവിനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു പെണ്ണിനും അങ്ങനെയാണ്. ഇദാ തസവ്വജ അഹദുക്കും, എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ ഒരാൾ വിവാഹം ചെയ്താൽ അസ്സ ശൈത്വാനുഹു, അവന്റെ പിശാച് നിലവിളിച്ചു കരയുമെന്നാണ്, ആർത്തട്ടഹസിക്കും. അസ്സ ശൈത്വാനുഹു, അസ്സ ശൈത്വാനുഹു, അവന്റെ പിശാച് നിലവിളിക്കും, യാ വൈല, നാശമേ, അസ്മ ഇബ്നു ആദമ സുലുസൈ ദീനിഹി, ഇബ്നു ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ, ഈ മനുഷ്യൻ, ഇയാൾ സുലുസൈ ദീനി, അവന്റെ ദീനിന്റെ 2/3 ഭാഗവും അവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി അവനെ പഴപ്പിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ദീനിൽ 2 ഭാഗം കഴിഞ്ഞു, അവൻ ശരിയാക്കി. അല്ലേ? മൻ തസവ്വജ, ഒരാൾ കല്യാണം കഴിച്ചാൽ ഫഖദ്, അല്ലെ, അവൻ സുലുസൈദീനി ഫഖദ് ഇസ്തക്മല സുലുസൈദീനി, അവന്റെ ദീനിന്റെ 3 ഭാഗമായി ദീനിനെ നമ്മൾ ഓഹരി വെച്ചാൽ അതിന്റെ 3/2 ഭാഗവും ക്ലിയറായി ഒരു മനുഷ്യൻ നിക്കാഹ് ചെയ്താൽ ബാക്കിയുള്ള ആ ഒരൊറ്റ ക്വാർട്ടറിൽ അള്ളാഹുവിനെ, ആ 1/3 അള്ളാഹുവിനെ സൂക്ഷിക്കുക. 3/2 ഭാഗം ക്ലിയറായി, ഒരു ഭാഗം കൂടെ നിങ്ങൾ സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞാലും ബാക്കി ജീവിത വിശുദ്ധിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പിശാച് കല്യാണം കഴിഞ്ഞാൽ നിക്കാഹിന്റെ അന്ന് പിശാച് നിലവിളിക്കാൻ, യാ അല്ലാഹ്, ഈ മുഅ്മിനായ മനുഷ്യൻ കല്യാണം കഴിച്ചു, ഇനി അവന്റെ ദീനിൽ ഞാൻ അവനെ പഴപ്പിക്കാൻ എനിക്ക് ഒരൊറ്റ ചാൻസേ ബാക്കിയുള്ളൂ, 3/1 ബാക്കിയുള്ളൂ, 3/2 അവൻ ക്ലിയർ ചെയ്തു കഴിഞ്ഞു എന്ന് പിശാച് നിലവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത ആളുകൾ ശിറാറുക്കും, നിങ്ങളിൽ ഏറ്റവും ശർറായവരാണ്. وقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മിസ്കീനുൻ, മിസ്കീൻ, പാവമാണ്, മിസ്കീനാൻ, റജുലുൻ ലൈസത് ലഹു ഇംറഅ, ഒരു ഭാര്യയില്ലാത്ത പുരുഷൻ മിസ്കീനാണ്. വമിസ്കീനത്തുൻ മിസ്കീന, പാവപ്പെട്ടവളാണ്, മിസ്കീനത്താൻ. ഇംറഅത്തുൻ ലൈസ ലഹാ സൗജ്, ഒരു ഭർത്താവില്ലാത്ത പെണ്ണും മിസ്കീനത്താണ്. ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഇൻ കാനത് ഗനിയതൻ മിനൽ മാൽ, ഒരുപാട് സമ്പത്തുള്ള പെണ്ണാണെങ്കിലും മിസ്കീന തന്നെയാണോ? മിസ്കീന തന്നെയാണോ? ഖാല വഇൻ, എത്ര സമ്പത്തുണ്ടെങ്കിലും ഭർത്താവില്ലാതെ കല്യാണം കഴിക്കാതെ നടക്കുന്ന പെണ്ണ് മിസ്കീനത്ത് തന്നെ. എത്ര സമ്പത്തുണ്ടായാലും കല്യാണം കഴിക്കാതിരിക്കുന്ന ചെറുപ്പക്കാരൻ, ഒരാൾ മിസ്കീൻ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മറ്റൊന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാൻ അർബഅത്തുൻ ലഅനഹുമുല്ലാഹു മിൻ ഫൗഖി അർശി, അല്ലാഹുവിന്റെ അർശിന്റെ മീതെ നിന്ന് അല്ലാഹു ശപിച്ചിട്ടുള്ള 4 വിഭാഗം. വഅമ്മനത അലൈഹിമുൽ മലായിക, ആ ശാപത്തിന് മലാഖമാർ അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുകയും ചെയ്തു. അല്ലാഹു അവരിൽ ഒരാളിലും നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. അല്ലദീ യഹ്സുറു നഫ്സഹു അനിൻ നിസാ, കല്യാണം കഴിക്കാതെ മാറി നിൽക്കുന്നവർ ഒന്നവരാണ്. കല്യാണം കഴിക്കാതെ മാറി നിൽക്കാൻ. യഹ്സുറു നഫ്സഹു അനിൻ നിസാ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അർത്ഥം അതിന്റെ ആഴത്തിലേക്ക് ചിന്തിച്ചാൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം. കല്യാണം കഴിച്ചിട്ടും ഭാര്യയെ സമീപിക്കാതിരിക്കുക എന്നതിനർത്ഥമുണ്ട്. നമ്മളൊക്കെ പ്രവാസ ലോകത്തെ വെച്ച് ഹദീസൊക്കെ പറയുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബവുമായി യോജിക്കാനും അവരുടെ കൂടെ ജീവിക്കാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. മൻ യഹ്സുറു നഫ്സഹു അനിൻ നിസാ, ഭാര്യയിൽ നിന്ന് അകന്നു കഴിയാൻ. കല്യാണം കഴിച്ചാലും ഭാര്യയ്ക്ക് അവൾക്ക് വേണ്ട അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതെ ഇബാദത്തിൽ മാത്രമായി നടന്ന് ഭാര്യയെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അത് ചെയ്യരുത് അല്ലെ? അവർക്ക് ഹക്കുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കാതിരുന്നാൽ നമ്മൾ കുറ്റക്കാരാണ്. ഫലാ യതസവ്വജു വലാ യതസറ, അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുകയോ വലാ യതസറ, അന്ന് അടിമകളായ സ്ത്രീകളുണ്ടെങ്കിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ ജായിസാക്കിയിട്ടുണ്ട് ശരീഅത്ത്. അങ്ങനെ ശരീഅത്ത് പോലും ഇല്ലാതെ ഭാര്യമാരില്ലാതെ ജീവിക്കുന്ന അവസ്ഥ അത്തരക്കാർ ശപിക്കപ്പെട്ടു. വലാ യതസറ ലിഅല്ലാ യൂലദ ലഹ, അടിമ സ്ത്രീയുണ്ട്, ആ അടിമ സ്ത്രീയെ സമീപിക്കാതിരിക്കുന്നു. എന്തുകൊണ്ട്? ലിഅല്ലാ യൂലദ ലഹ, ഇവൾ പ്രസവിക്കാതിരിക്കാൻ. കാരണം ഒരു യജമാനന് തന്റെ അടിമയുമായി സമീപിച്ച് ആ അടിമയിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ പെണ്ണിന് ഉമ്മ വലത് എന്ന് പറയും. ആ കുട്ടി ജനിക്കുന്നതോടുകൂടെ അടിമപ്പെണ്ണ് പിന്നെ സ്വതന്ത്രയാകും എന്നാണ് ശരീഅത്തിന്റെ നിയമം. അപ്പോ ഈ അപ്പൊ കല്യാണം കഴിച്ചിട്ടേ ഇല്ല, എന്നാൽ പിന്നെ അടിമ സ്ത്രീയിൽ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ? അതുമില്ല. എന്റെ കുട്ടിയങ്ങ് ജനിച്ചാൽ പിന്നെ അടിമയില്ലാതെ പോവല്ലോ, എന്റെ സമ്പാദ്യം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അവരെയും സമീപിക്കാതിരിക്കുന്നവൻ ഒന്ന്. വറജുലു യതശബ്ബഹു ബിന്നിസാ, സ്ത്രീകളെപ്പോലെ പെണ്ണുങ്ങളെപ്പോലെ ആകൃതിയിലും രൂപത്തിലും വസ്ത്രധാരണത്തിലും പെണ്ണിനെ പോലെ ജീവിക്കുന്ന ഒരു പുരുഷൻ. വറജുലു യതശബ്ബഹു ബിന്നിസാ, പള്ളിയിലൊക്കെ ജുമുഅക്ക് വരെ കാണുന്നുണ്ട് ചില മുടിയൊക്കെ റിപ്പണൊക്കെ വെച്ച് കെട്ടിയിട്ട്. യാ അല്ലാഹ്, നല്ല ചെറുപ്പക്കാർ, നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ, നല്ല ടീഷർട്ടും പാന്റൊക്കെ ഇട്ടിട്ട് വരിക. എന്താ ചെയ്യുക? മുടി പെണ്ണുങ്ങളെ പോലെ. യതശബ്ബഹു ബിന്നിസാ, പെണ്ണിനെ പോലെ ജീവിക്കുന്ന ആണ്. മൽഊൻ, ശപിക്കപ്പെട്ടു. ആ ശാപത്തിന് അല്ലാഹുവിന്റെ മാലാഖമാർ അർശുകൾക്കപ്പുറം വെച്ച് തന്നെ ആമീൻ പറഞ്ഞുവെന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹദീസാണ് പറയുന്നത്. വൽമർഅതു തതശബ്ബഹു ബിർരിജാൽ, ആണുങ്ങളെപ്പോലെ ആകൃതി സ്വീകരിക്കുന്ന പെണ്ണും. മൂന്നാമത്തത് അങ്ങനെയാണ്. ആണുങ്ങളെപ്പോലെ, പുരുഷന്മാരെ പോലെ ലജ്ജയില്ലാതെ നാണമില്ലാതെ പുരുഷന്മാരുടെ വസ്ത്രവിധാനത്തിൽ ഞാനത് ആണാണെന്ന് വിചാരിച്ചോട്ടെ എന്ന രീതിയിൽ വേഷം കെട്ടുന്ന പെണ്ണുങ്ങളും ശപിക്കപ്പെട്ടുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഖലഖഹല്ലാഹു അൻസ, അവളെ അല്ലാഹു പെണ്ണായിട്ടാണ് പടച്ചത്, പക്ഷെ അവൾക്ക് ആണായിട്ടൊന്ന് നടക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ്. നാലാമത്തെ വിഭാഗം വമുദല്ലിലുൽ മസാകീൻ, പാവപ്പെട്ട ആളുകളെ പിഴപ്പിക്കുന്നവർ. ആ ഹദീസിന് വേറൊരു വിശദീകരണം മറ്റൊരു റിവായത്തിൽ വന്നു. ആ ഒരു മുതലാളി പാവപ്പെട്ട മിസ്കീന്മാരെ വിളിക്കാൻ, എല്ലാവരും വരും, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. അവരങ്ങോട്ട് വന്നാൽ എന്റെ അടുത്ത് ഒന്നുമില്ലട്ടോ, ഞാൻ തമാശ പറഞ്ഞതാണ്. ഇങ്ങനെ പാവപ്പെട്ടവരെ വേദനിപ്പിക്കുന്നവർ. അതേ ഹദീസിൽ തന്നെ വന്നു, ചില ആളുകൾ കണ്ണു കാണാത്ത ആളുകളോട് പറയും, നിങ്ങളുടെ മുമ്പിൽ ഒരു കല്ലുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പൊ ഇയാള് പേടിച്ച് വഴിമാറിപ്പോ അവിടെ ഒരു കല്ലുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ടോ ശാരീരിക അവസ്ഥകളെ കൊണ്ടോ പരീക്ഷിച്ച ആളുകളെ കളിയാക്കുന്നവർ. ചെയ്യാൻ പാടില്ല. ചില ആളുകളൊക്കെ കാലുകൊണ്ടൊക്കെ വേച്ച് നടക്കുന്ന ആളുകളൊക്കെ കളിയാക്കിയിട്ട് അതേപോലത്തെ ഒരു കുഞ്ഞിനെ അല്ലാഹു നൽകി പരീക്ഷിച്ചത് എന്റെ നാട്ടിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
കാത്തുരക്ഷിക്കുമാറാകട്ടെ. കളിയാക്കാൻ പാടില്ല. മുദല്ലിലുൽ മിസാക്കി, പാവപ്പെട്ട ആൾക്കാരെ ഇടങ്ങാറാക്കരുത്. ഇപ്പൊ പാവപ്പെട്ട ആളുകളെ വേദനിപ്പിക്കുക. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണ് കല്യാണം കഴിക്കാതെ നടക്കുന്നവർ, അതിന് സൗകര്യവും കഴിവൊക്കെ അല്ലാഹു കൊടുത്തിട്ടും അത് ചെയ്യാത്തവർ, ഇവർ ശപിക്കപ്പെട്ടുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അതുകൊണ്ടാണ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ യസിഹു സുഹ്ദു ഫിന്നിസാ, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ സുഹ്ദ് ചെയ്യണ്ട. സുഹ്ദ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗതിക സുഖങ്ങളും മാറ്റി എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഞാൻ എന്റെ പെണ്ണിന്റെ കൂടെ കിടക്കില്ല, ഞാൻ അവളുടെ കൂടെ ഉറങ്ങില്ല, അല്ലെങ്കിൽ ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല. എന്തേ, ഞാൻ അള്ളാഹുലേക്ക് അടുത്തോട്ടെ, അത്രയും നേരം ഞാൻ നിസ്കരിച്ചോട്ടെ, അത്രയും നേരം ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ഒരു സുഹ്ദ്, ഒരു ത്യാഗം നിങ്ങൾ ചെയ്യല്ലേ. എന്തുകൊണ്ട്? ലിഅന്നഹുന്ന ഖദ് ഹുബ്ബിന ഇലാ സയ്യിദിസ് സാഹിദീൻ, ത്യാഗം ചെയ്ത സുഹ്ദ് ചെയ്തവരുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് ഏറ്റവും ഹബീബായത്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഭാര്യമാരല്ലേ, അള്ളാഹുവിന്റെ റസൂലല്ലേ, ഏറ്റവും വലിയ ത്യാഗം ചെയ്ത സാഹിദ് നബിയല്ലേ. തങ്ങളെക്കാളും വലിയ സാഹിദൊന്നും ആകല്ലേ. കല്യാണം കഴിച്ച് പിന്നെ അവരെ സമീപിക്കാതിരിക്കുക, അവരുമായി ബന്ധപ്പെടാതിരിക്കുക, അങ്ങനെ ചെയ്യല്ലേ എന്ന് മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തസദ്ദുരി റളിയല്ലാഹു അൻഹു പറയാം. شارفت الماء